ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. നമുക്ക് ഈ വ്യക്തി ജീവിതത്തിനിടയ്ക്ക് പല ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രത്യേകിച്ച് മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആളുകളുമായിട്ട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമുക്ക് ഇടപഴകി മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾക്ക് വ്യക്തികളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ അവരെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നമ്മൾ പലരെയും വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അവരുടെ ക്യാരക്ടറും, അല്ലെങ്കിൽ അവർ എന്താണ് എന്നുള്ളത് നമ്മൾ ഒരു തരത്തിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ആ വ്യക്തി മറ്റൊരു തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കും. പലപ്പോഴും നമ്മൾ കാണുന്നത് അത് തന്നെയാണ് അല്ലേ. പലരെ കുറിച്ച് നമ്മൾ പലതും ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ആയിരിക്കില്ല അവർ. പലർക്കും പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനാണ്. അത്തരം കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക. നമ്മൾ ഏതൊരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരെ കുറിച്ച് കേൾക്കുമ്പോഴോ നമ്മൾ വിചാരിക്കും, അവർ ഇന്ന പോലെയാണ്, ഇതുപോലെയാണ്, ഇന്ന തരത്തിലുള്ള ഒരാളാണെന്നൊക്കെ നമ്മൾ മനസ്സിൽ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കലേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവരായിട്ട് ഇടപഴകി മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യക്തി എന്താണ്, അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ ഏത് തരത്തിലുള്ളതാണ്, ഏതുപോലെയുള്ളതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ഒരാളെയും വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാനൊന്നും നമുക്ക് സാധിക്കില്ല. ഇനി എത്ര കാലം ഒരാളെ നമുക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ അനവധി കാലത്തെ ബന്ധങ്ങളുള്ള ഒരാളാണെങ്കിലും പൂർണ്ണമായി നമുക്ക് ഒരാളെയും മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ്. നമ്മൾ എത്ര മനസ്സിലാക്കിയാലും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ച അതായിരിക്കില്ല ആ ഒരു വ്യക്തി. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നിങ്ങൾ പലരെക്കുറിച്ചും പലതും ചിന്തിച്ചിട്ടുണ്ടാവും, പലതും ഓർത്ത് വെച്ചിട്ടുണ്ടാവും. അത്തരമൊന്നും ആയിരിക്കില്ല ആ വ്യക്തികളായിട്ട് ഇടപഴകി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടുമുട്ടുന്ന പലരും കുറേ പൊയ്മുഖങ്ങൾ ഉള്ള ആൾക്കാരായിരിക്കും. വളരെ കുറച്ച് മാത്രമാണ് നല്ല വ്യക്തിത്വങ്ങളും അല്ലെങ്കിൽ യഥാർത്ഥ ക്യാരക്ടറോട് കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നമുക്ക് കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച പല വ്യക്തികളിൽ നിന്നും ഒക്കെ നമ്മൾ അകലം പാലിച്ച് നിൽക്കുമ്പോൾ അവരെല്ലാം നമ്മളെ മോശമായിട്ട് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നന്മയല്ലേ അവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോയിട്ടുണ്ടാവും. പക്ഷെ അത്തരം ആളുകളെ അകറ്റി നിർത്തണോ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. നമ്മളോട് മധുരമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹമായിട്ട് പരിഗണിക്കുന്ന ആൾക്കാരൊക്കെ നല്ലവരാണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നല്ല വ്യക്തിത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരോട് ഇടപഴകി അവരാരാണ്, അവരെന്താണ്, അവരുടെ ക്യാരക്ടർ എന്താണ് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും വ്യക്തമായിട്ടും അറിവ് ഉണ്ടാവുള്ളൂ. പലരെയും നമ്മൾ കാഴ്ചയിലോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നൊന്നും ഒരാളെയും വിലയിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ വിലയിരുത്തുന്ന ഒന്നുമായിരിക്കില്ല അവരെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. നമ്മൾ പലരെക്കുറിച്ചും പലതും ചിന്തിക്കും, അവരങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരംശം പോലും അവർ അതുപോലെ ആയിരിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഒരാളെ എങ്ങനെ മനസ്സിലാക്കും? അവരുടെ സംസാരത്തിൽ നിന്നോ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അല്ലേ നമുക്ക് ഒരാളെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലരുടെയും ജീവിത സാഹചര്യങ്ങൾ നല്ല സ്വാധീനം ഉണ്ടാവും അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. ഓരോ വ്യക്തി ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു വന്നു, അവർ ഏതെല്ലാം ജീവിത ചുറ്റുപാടുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഇതൊക്കെ ആ വ്യക്തിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് മുന്നിട്ട് കാണാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവങ്ങളാണ്. നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കില്ല. കാരണം അവരുടെ വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും ഓരോ വ്യക്തിയിലും ഉണ്ടാവുക. നമ്മളോട് മധുരമായി സംസാരിക്കുകയും ചിരിച്ച് സംസാരിക്കുകയും നമ്മളെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവരെ അന്ധമായി വിശ്വസിച്ച് പോവും. അത് സ്വാഭാവികമാണ് അല്ലേ. അത്തരം വിശ്വാസങ്ങൾ ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങളായിട്ടും സംഭവിക്കാറുണ്ട്. അത് വിചാരിച്ചിട്ട് ആരെയും വിശ്വസിക്കരുത് എന്നൊരർത്ഥം ഇതിനില്ല കേട്ടോ. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചും നമ്മളെ മനസ്സിലാക്കുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ ആ വ്യക്തി എന്താണെന്ന് നമ്മളും തിരിച്ചറിയാം. ചിലപ്പോൾ നാം ചിന്തിക്കും,
പലരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ചിലരെ എത്ര സമയമെടുത്താലും അല്ലെങ്കിൽ എത്ര കാലങ്ങളെ കൊണ്ട് നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നൊക്കെ. പക്ഷേ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നതിന് ഈ സമയത്തിൻ്റെ കണക്കാണോ? ഒരിക്കലുമല്ല. പലരും നമ്മളോട് പലപ്പോഴും വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അവരെല്ലാം മോശമാണ് എന്നുള്ള അഭിപ്രായം ഒരിക്കലും ഇല്ല. അത്തരം ആളുകൾ നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടവരും നമ്മളെ സ്നേഹിക്കുന്നവരും ഒക്കെ തന്നെ ആയിരിക്കും. പലപ്പോഴും നമ്മളവരെ തിരിച്ചറിയണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെയധികം സന്തോഷത്തിലിരിക്കുമ്പോൾ നമുക്ക് ഒരാളുടെയും സ്നേഹമോ അല്ലെങ്കിൽ കരുതലോ ഒന്നും നമുക്കത്ര ആവശ്യമായിട്ട് വരില്ല. നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എന്തെങ്കിലും സങ്കടം നിറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കരുതലൊക്കെ നമുക്ക് വേണ്ടി വരിക. ആ സമയത്ത് നമ്മളെ സഹായിക്കാനും നമ്മളുടെ സങ്കടങ്ങളിൽ വിഷമങ്ങളിലൊക്കെ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കാനൊക്കെ തയ്യാറുള്ള ആളുകളാണ് നമുക്ക് സത്യത്തിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രിയപ്പെട്ട ആളുകൾ എന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമുക്കൊരു നല്ല അവസ്ഥയിലും നല്ലൊരു സാഹചര്യത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് പലരും ചേർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്കൊരു വിഷമോ പ്രയാസമോ സങ്കടങ്ങളോ വരുമ്പോൾ നമ്മളെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാനൊക്കെ പലപ്പോഴും പലരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരും നമുക്കൊരു കരുതൽ അല്ലെങ്കിൽ നമുക്കൊരു തണലൊക്കെ നൽകുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെയും മനസ്സിലാക്കാതെയൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നല്ല സാഹചര്യങ്ങളും നല്ല അവസ്ഥയിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ നമ്മളിങ്ങനെ ഓർത്തിരിക്കും അല്ലേ? പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവരൊന്നും ചിലപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോശമായ സാഹചര്യം വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കാൻ അവരൊന്നും ചിലപ്പോൾ കാണില്ല. പലപ്പോഴും നമ്മൾ കണ്ടുപോകുന്നതും അത് തന്നെയാണ്. ആ ബുദ്ധിമുട്ടിലും ദുരിതത്തിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഒരുപാട് വർഷം നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തു എന്നും ഒരുപാട് വർഷങ്ങൾ നമ്മളെ ഓരോ വ്യക്തിയെ കണ്ടു എന്ന് വിചാരിച്ചിട്ടൊന്നും ആ ആളെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മളോട് ദേഷ്യപ്പെടുന്നവരും അല്ലെങ്കിൽ നമ്മളോട് പരിഭവം കാണിക്കുന്നവരും ഒക്കെ മോശക്കാരാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അവർ ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അവർ പലപ്പോഴും നമ്മളടുത്ത് അത്തരം ഒരു വാക്കുകൾ അല്ലെങ്കിൽ അത്തരം ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നമ്മളോട് എന്തെങ്കിലും ഒന്ന് പരിഭവം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരെ പാടെ നമ്മൾ മാറ്റി നിർത്തരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവരത്ര മോശക്കാരോ കുഴപ്പക്കാരോ ആണോ എന്നൊന്നും നമ്മൾ അങ്ങോട്ട് തെറ്റിദ്ധരിച്ച് പോകരുത്. പലപ്പോഴും അത്തരം ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ചുറ്റിലുണ്ടാവുക. ചില വ്യക്തികൾ നമ്മളോട് ഇടപഴകുമ്പോൾ നമ്മളെ മധുരമായി നമ്മളോട് സംസാരിക്കാനും നമ്മൾ അത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അതിലൊരു കാപട്യമില്ല അല്ലെങ്കിൽ അതൊരു നല്ല റിലേഷനാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പോകെ അവരെ നമ്മൾ തിരിച്ചറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് നമ്മൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളൊന്നുമല്ല അവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ നമ്മളെ വിമർശിക്കുന്നവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയൊക്കെ നിർത്തേണ്ടൊക്കെ സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അത്തരം ആളുകൾ ചിലപ്പോൾ നമ്മളോട് ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നല്ലതിനെക്കുറിച്ച് ആലോചിക്കുന്ന വ്യക്തികളും ആവാം. ഒരാളും നമ്മളെ ഒരു വിമർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായ കാര്യം നമ്മളടുത്ത് പറഞ്ഞു വിചാരിച്ചിട്ട് അവർ നമ്മളെ പാടെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അവർ ചിലപ്പോൾ നമ്മുടെ നന്മ മാത്രമായിരിക്കും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മൾ പലപ്പോഴും നമ്മളെ മോശമായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്തരം ഒരു മൈൻഡിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ എല്ലാവരെയും അതുപോലെയൊന്നും കാണാതിരിക്കുക. ചിലപ്പോൾ നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നന്മ ഉദ്ദേശിച്ചിട്ടായിരിക്കും അത്തരം ചില വാക്കുകൾ നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടാവുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാനും കൂടെ ശ്രമിക്കുക. മധുരമുള്ള വാക്കുകളിലൂടെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുകയൊക്കെ ചെയ്യുന്നവർ ചിലപ്പോൾ നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ സാധ്യത കൂടുതലുമായിരിക്കും.
എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണത്. പക്ഷേ അത്തരം മധുരമുള്ള വാക്കുകളിൽ ചിലപ്പോൾ ചില ചതികളും ഒളിഞ്ഞിരിക്കാം എന്നുള്ളതിന് സൂചന തന്നു എന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ അത്തരം വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഏത് ടൈപ്പാണ്, എങ്ങനെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ സംസാര രീതി എന്നൊക്കെ നമുക്കതൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. ഏതൊരു വ്യക്തികളായിട്ട് ഇടപഴകി മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ നന്നായി അവരെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് പോലെ ആയിരിക്കില്ല എങ്കിലും കൂടിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആ വ്യക്തി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം. പലരും ചെയ്യാതെ പോകുന്നത് അതാണ്. നല്ല വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മളോട് ഏറ്റവും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിന്തിക്കും. ചിലപ്പോഴത് നമ്മളെ ഒരു മുതലെടുപ്പിന് ചാൻസ് നോക്കി ഇരിക്കുന്ന വ്യക്തികളും ആവാം എന്നുകൂടി മനസ്സിലാക്കണം. പല ചതികളും നമുക്ക് സംഭവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലരുടെയും നല്ല വാക്കുകൾ അല്ലെങ്കിൽ മധുരമുള്ള അല്ലെങ്കിൽ നമ്മളെ സുഖിപ്പിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളതിൽ വീണു പോവുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുക. അത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കാനും ചിന്തിക്കാനും സമയമെടുത്ത് അതിനൊരു തീരുമാനം എടുക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. പലപ്പോഴും പലരുടെയും വാക്കുകളിൽ നിന്നാണ് അവർ നമ്മുടെ സ്വന്തമാണ് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം വാക്കുകളൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഏത് ടൈപ്പ് ആൾക്കാരാണ് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാ ആൾക്കാരും ഒരുപോലെയാണെന്നല്ല പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ അബദ്ധങ്ങളും അല്ലെങ്കിൽ ഇത്തരം പറ്റിപ്പുകളൊന്നും സംഭവിക്കാറില്ല. പക്ഷെ വളരെ റയറായിട്ട് അത്തരം കാര്യങ്ങൾ സംഭവിക്കാറുമുണ്ട്. അത് കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു രൂപത്തിൽ പോകുന്നത് കൊണ്ടാണ് അത്തരം ചതികളും വഞ്ചനകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ആരെയും അമിതമായി വിശ്വസിക്കുന്നതും ശരിയല്ല. കാരണം അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കും മനസ്സിലാവില്ലല്ലോ. നമ്മൾ എത്ര ഒരാളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ആ വ്യക്തി എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമായിരിക്കും കൂടുതൽ അറിയാം. അപ്പോൾ ഓരോ വ്യക്തികളായിട്ടും ഇടപഴകി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ അവർ എന്താണ് എന്നൊക്കെ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം. എത്രയോ വർഷത്തെ പ്രബന്ധങ്ങളിലൊക്കെ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവർ എത്രയോ വർഷങ്ങളായിട്ട് പ്രണയിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വേർപിരിയുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണത്? അവരുടെ വിശ്വാസത്തിൽ എന്തോ സംഭവിച്ചത് കൊണ്ടാണ് അവർക്കത് വേർപിരിയുക എന്നുള്ളൊരവസ്ഥയ്ക്ക് വരേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ ഏതൊരു ബന്ധങ്ങളിലാണെങ്കിലും വിശ്വാസം എന്നുള്ളത് പ്രധാന ഒരു ഘടകം തന്നെയാണ്. ആ വ്യക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്തരം ഒരു വേർപിരിയലിൻ്റെ സന്ദർഭങ്ങളിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇത്തരം വേർപിരിയൽ അനിവാര്യമായി വരുന്നതും എന്തുകൊണ്ടാണ്? അവരുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള എന്തെങ്കിലും മോശമായ ഒരു കാര്യം കൊണ്ടാണല്ലോ. അവർ മനസ്സിലാക്കിയതിൽ നിന്നുള്ള എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ സംഭവിച്ച എന്തെങ്കിലും തെറ്റുകളോ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഒരുപാട് വർഷങ്ങൾ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളോട് അത്ര ആത്മാർത്ഥതയുള്ള ആളാണോ, നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന ആളാണോ, നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.